സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതഹർത്രേണ നിർപ്പാർശ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹംദഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 50-ാമത്തെ ദശകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വൃത്തം ഹരിണി എന്ന വൃത്തം. സുമാർ 3-ാമത്തെ ദശകത്തിലും ഇങ്ങനത്തെ ഒരു വൃത്താണ്. പക്ഷേ ഹരിണിയല്ല, ശിഖരിണിയാണ്. പഠന്തോ നാമാനി, ഇവിടെ അതിൽ വ്യത്യാസമുണ്ട്, വൃത്തതല്ല. എങ്കിലൊരു സാമ്യം നമുക്ക് തോന്നും. ഹരിണി തരള മതകൃത് വൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിസ്സാകം വത്സാനുപാലനലോലുപ. വിവിധ വൃത്തങ്ങളാണ്. ഖലധരസകോ ദേവശ്രീമൻ വിചേരിതധാരയൻ ഗവളമുരളീവേത്രം നേത്രാഭിരാഭതനുത്തിഥി. ഭഗവാന്റെ കഥയും മനോഹരം, പറഞ്ഞിട്ടുള്ള രീതി മനോഹരം, പ്രയോഗിച്ച വൃത്തവും മനോഹരം, എല്ലാം മനോഹരം. മധുരാധിപതേരഖിലം മധുരം. മധുരാധിപതിയുടെ ശബ്ദം മധുരം, നടത്തം മധുരം എന്ന് പറഞ്ഞിട്ട് ഗാനം മധുരം, ഭക്ഷണം മധുരം, സംസാരം മധുരം, എല്ലാം. അതുപോലെ ഈ വൃത്തം ഒന്ന് നോക്കൂ. തരളമതകൃ വൃന്ദേ, ഇവിടെ തിരിക്കുമ്പോൾ നോക്കണം. മധുകൃത് പ്ലസ് വൃന്ദേ ആണ് പ്രയോഗം വരിക. മധുകൃത് അടുത്ത് 3 അക്ഷരം കൂട്ടക്ഷരമായിട്ട് വരും സംസ്കൃതത്തിൽ. 3ഉം 4ഉം ഒക്കെ വരും കേട്ടോ. മധുകൃത് തന്നെ വായിച്ച് പഠിക്കണം. മധുകൃത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വണ്ടിൻ്റെ കൂട്ടം മുരണ്ട് നടക്കുന്ന എന്നാണ് അർത്ഥം. വണ്ടുകളുള്ള എന്നർത്ഥം. മധുകൃത് എന്ന് പറഞ്ഞാൽ വണ്ടാണ്. സംസ്കൃതത്തിൽ ഓരോ വാക്കിൻ്റെ വരലേ. ധാരാളം തേൻ കുടിക്കുന്നവയാണ് ആര്? വണ്ട്. അപ്പോൾ വണ്ടിന് പേര് മധുകൃത്. മലയാളത്തിൽ പറയുമ്പോൾ മധുപൻ മലയാളത്തിൽ അല്ലേ? സംസ്കൃതത്തിലും പ്രയോഗിക്കും തോന്നും. മധുപൻ മധുകൃത് എന്നൊക്കെ പറഞ്ഞാൽ വണ്ട്. തരളം എന്ന് പറഞ്ഞാൽ മനോഹരമായ. തരള മധുകൃത് വൃന്ദേ എന്ന് പറയുമ്പോൾ വൃന്ദാവനത്തിൽ ചുരുക്കം പ്രയോഗിച്ചാണ് വൃന്ദേ. വണ്ടുകൾ മൂളി മനോഹരമായ ശബ്ദമുള്ള വൃന്ദാവനത്തിൽ. വൃന്ദം എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടം എന്നാണ് കേട്ടോ. സോറി, ഞാൻ തെറ്റിച്ചു. കൂട്ടം. മധുകൃത് വൃന്ദം വണ്ടിൻ കൂട്ടമാണ്. വൃന്ദാവനേധ മനോഹരി, വണ്ടിൻ കൂട്ടങ്ങൾ പാറിക്കളിക്കുന്ന വൃന്ദാവനത്തിൽ. വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥമാണ്. സമൂഹം. നാരീവൃന്ദം എന്നൊക്കെ പറയുമല്ലോ. വൃന്ദം, കൂട്ടം. തരള മധുകൃത് വൃന്ദേ വൃന്ദാവനേധ മനോഹരേ. ധാരാളം വണ്ടിൻ കൂട്ടങ്ങൾ പാറിക്കളിക്കുന്ന വൃന്ദാവനത്തിൽ. എങ്ങനത്തെ വൃന്ദാവനത്തിൽ? മനോഹരേ. മനോഹരാണെന്ന് പിന്നെ പറയാനുണ്ടോ? കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു പക്ഷികളുടെ കൂട്ടം, മയിലിൻ്റെ ശബ്ദം, പച്ചപ്പുല്ല്, ധാരാളമുള്ള പച്ചപ്പുൽ വിരിച്ച പോലെയുള്ളതായിരിക്കുന്ന തകിടികൾ എല്ലാം അടങ്ങിയ വൃന്ദാവനത്തിൽ. മധുകൃത് വണ്ടിൻ കൂട്ടം, മധുകൃത് വൃന്ദം വണ്ടിൻ കൂട്ടമുള്ളതായ വൃന്ദാവനത്തിൽ. പശുപശിശുഭിസ്സാകം വത്സാനുപാലനലോലുപ. പശുപശിശുഭിസ്സാകം, പശുക്കുട്ടികളുടെ കൂടെ. പശുപൻ ഇടയക്കുട്ടികൾ. പാന്ന് ചേർക്കുമ്പോൾ അവരെ പാലിക്കണവരാവും. ഗോക്കളെ പാലിക്കുന്നവൻ ആണ് ഗോപൻ എന്ന് വന്നത്. പാലിക്കുക എന്നുള്ള വാക്കാണ്. പശുപൻ എന്ന് പറഞ്ഞാൽ പശുവിനെ പാലിക്കുക.
അപ്പോൾ ആ പശുക്കളെ പാലിക്കുന്ന ഗോപന്മാരുടെ കൂടെ എന്നർത്ഥം. പശുപന്മാരുടെ കൂടെ. പശുപ ശിശുബി പറയുമ്പോൾ കുട്ടികൾ, ശിശുബി പശുക്കളെ പാലിക്കുന്ന കുട്ടികളാണല്ലോ ഗോപന്മാർ. വലിയവരെല്ലാവരും ഒക്കെ കുട്ടികളെ കൃഷ്ണൻ്റെ സമപ്രായക്കാർ, സുധാമാവ് മുതലായിട്ടുള്ള പേരോടുകൂടിയവർ. പശുപ ശിശുഭിസാകം വത്സാനുപാലനലോലുപ പശുക്കളെ മേയ്ക്കുന്നതിൽ തൽപരരായിക്കൊണ്ട്. ചെയ്യേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല പശുക്കളെ മേയ്ക്കണം. ഒരു ക്രിയ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൽ ആസക്തിയോടുകൂടി ചെയ്യുമ്പോഴും ചെയ്യേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് വളരെ വ്യത്യാസമുണ്ട് അല്ലേ? വളരെ വ്യത്യാസമുണ്ട്. അതിൽ ആസ്വദിച്ച് നാം നമ്മെ തന്നെ മറന്ന് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. പാട്ട് പാടുകയാണെങ്കിലും ഈ ഭഗവാന്റെ കഥ പറയുകയാണെങ്കിലും എല്ലാം മറന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം അതിൽ മുഴുകാൻ കഴിഞ്ഞിട്ട് പറയണം എന്നാണ്. അങ്ങനെയാവുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള മൂല്യം കിട്ടുള്ളൂ. ഒക്കെ മറക്കണം. അതുപോലെ ഇവർ പശുക്കളെ മേച്ചു, അതിൽ ലയിച്ചിട്ട് പാലന ലോലുപ പശുക്കളെ മേയ്ക്കുന്നതിൽ തൽപരരായിക്കൊണ്ട്. ഗവളമുരളീ വേത്രന്ധാരയൻ എന്തൊക്കെയാ കയ്യിലെടുക്കണ കോപ്പുകൾ എന്നാണെങ്കിൽ കൊമ്പ്. ഈ കൊമ്പ് എന്ന് പറഞ്ഞാൽ പശുക്കളെ വിളിക്കാൻ ശബ്ദം ഉണ്ടാക്കണ ഒരു സാധനം എന്നാണ്. അതുണ്ടായിരുന്നു അത്ര കൃഷ്ണൻ്റെ കയ്യിൽ. അതാത് പശുക്കളെ ഇങ്ങനെ വിളിക്കാൻ ഓരോ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കാം, മാറ്റി മാറ്റി ഉണ്ടാക്കുന്നതാണ്. ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരുത്താലോ. പേ കൂ പേ പേയോ പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ മാറ്റാം. കൈ വെച്ചിട്ടും നിയന്ത്രിച്ചിട്ടും. ഈ കൊമ്പ് ഒരേ ശബ്ദമല്ല ഉണ്ടാക്കുക. അപ്പോൾ അതാത് ശബ്ദം കേൾക്കുമ്പോൾ ഈ പശുക്കളൊക്കെ മനസ്സിലാവും തന്നെയാണ് വിളിക്കണത്. മൈലി, ചൂട്ടി, പാണ്ടി ഇത്തരം പേരുകൾ ഭഗവാൻ ഇടാറില്ല. പിന്നെ എന്താ ഇടുക? ഗംഗ, യമുന, ലക്ഷ്മി, സരസ്വതി ഇങ്ങനെയുള്ള പേരൊക്കെ എത്രയും പശുക്കൾക്ക് ഇടുക. നല്ല നല്ല പേരുകൾ. ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് പശുക്കൾ. പണ്ടൊക്കെ എത്ര പശുക്കൾ ഒരു വീട്ടിലുണ്ട് എന്ന് നോക്കിയിട്ട് അത്രേ കല്യാണാലോചനയ്ക്ക് അവരുടെ സ്റ്റാറ്റസും കൂടി കണക്കാക്കിയിരുന്നത്. പശുക്കൾ ധാരാളം ഉണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യമുള്ളതാവുമെന്നാണ്. ഇന്നുണ്ടോ ഇപ്പം അങ്ങനെ വല്ല പാക്കറ്റിലായി പാല് വരൽ? അതുകൊണ്ട് തന്നെ ആസ്പത്രിയിൽ നിന്ന് പോരലും വളരെ കുറവായി അല്ലേ? അത് ജീവിത രീതി മാറിയതാണ്. തണുപ്പിച്ചിട്ടും ഫ്രീസ് ചെയ്തിട്ടും വെണ്ണ എടുത്തിട്ട് എന്തൊക്കെ കൃത്രിമமாக കാട്ടണം. കേടുവരാതിരിക്കാൻ എന്തൊക്കെ കാട്ടേണ്ടത് നമ്മളുണ്ടോ അറിയണു. അപ്പോൾ ഈ പശുക്കളുടെ എണ്ണം തൊഴുത്ത് മുമ്പിലുണ്ടാവും. എല്ലാ വീട്ടിലും ഒരു തൊഴുത്തും ഉണ്ടാവും. അതിലൊന്നിലധികമോ ധാരാളം പശുക്കളുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യമുള്ളതാണ് എന്നാണ് പണ്ട് കണക്കാക്കപ്പെടുക. അത് ആലോചിക്കുക, കല്യാണം ആലോചിക്കുക വരുമ്പോൾ തന്നെ പറയുന്നതാണ് അത്ര പശുക്കളുണ്ട്, അത്ര പോത്തുണ്ട്, അത്ര നാൽക്കാലികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും മഹാത്മ്യം പറയുക. ശമ്പളത്തിൻ്റെ അക്കം നോക്കിയിട്ടല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ പശുക്കളെ മേയ്ക്കുന്നതിൽ വളരെയേറെ തൽപരനായിക്കൊണ്ട് ഗോപശിശുഭിസാകം ഗോപന്മാരുടെ കൂടെ ഭഗവാൻ സഞ്ചരിച്ചു. കൊമ്പ് പശുക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദം ആ കൊമ്പ്. ഗവള മുരളീ വേത്രം അതൊക്കെ വിളിച്ചുകൊണ്ട്. മുരളി പിന്നെന്തുണ്ട്? ഓടക്കുഴലും ഉണ്ട്. അത് ഊതിക്കൊണ്ട് മനോഹരമായ ശബ്ദം പുറപ്പെടുവിച്ചു. ആ വേണുഗാനത്തെ പറ്റി ഇനിയുള്ള ദശകത്തിൽ പറയുന്നുണ്ട്. വേണുഗാനം ഭാഗവതത്തിൽ ഗംഭീരാധ്യായമുണ്ട്. വേണുഗാനം, വേണുഗീതം എന്നാണ്. ഗീതമാണ്, ചിലതൊക്കെ ഗീതം എന്നാണ് പറയുക. എന്തായാലും ഈ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ ഏറ്റവും സുഖാത്രേ ഓടക്കുഴലിൻ്റെ ശബ്ദം. ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട് സംഗീതം പൊതുവേ നല്ലത്. അതിൽ വെച്ച് വേണുഗാനം ഏറ്റവും സിമ്പിളാണ്. ഒരു കുഴൽ, അതിൽ കുറച്ച് തുള, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതിൽ വരാത്ത ആരോഹണ അവരോഹണങ്ങൾ ഒന്നുമില്ല എന്നാണ്. പ്രയോഗിക്കാൻ പഠിച്ചാൽ ഇത്ര കേൾക്കാൻ സുഖം ഉള്ളൊരു ശബ്ദം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. സുഷിരവാദ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഓടക്കുഴൽ. അത് കഴിച്ചിട്ടേ ഉള്ളൂ. ബാക്കി നാദസ്വരോ ബാക്കിയുള്ളതോ കുറുകുഴലോ ഒരുപാടുണ്ട് സുഷിരവാദ്യങ്ങൾ. ഹാർമോണിയം അടക്കം സുഷിരവാദ്യത്തിലവിടെ. പക്ഷേ ഫ്ലൂട്ടാണ് ഒന്നാമത് എന്നാണ്. അപ്പം അത് ഊതിക്കൊണ്ട് കാട്ടിലെല്ലാവർക്കും
പരമാനന്ദം ജനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നടന്നു. പശുക്കളെ മേയ്ക്കുന്നത് തൽപരനായിട്ട് ഗവളമുരളി വേത്രം കൊമ്പ് ഊതിക്കൊണ്ട് ഓടക്കൊഴിലും വിളിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിൽ ധാരാളം വണ്ടിൻ കൂട്ടങ്ങൾ ഉള്ള വൃന്ദാവനത്തിൽ മധുകൃത് വൃന്ദേ മനോഹരേ വൃന്ദാവനെ, ധാരാളം വണ്ടുകളുള്ള മനോഹരമായ വൃന്ദാവനത്തിൽ പശുപശിശുഭി ഗോപന്മാരോടുകൂടി വത്സാനുപാലന ലോലുഭ പശുക്കളെ മേയ്ക്കുന്നത് തൽപരനായിട്ട്. പിന്നൊരു കാര്യമുണ്ട്, ഹലധര സഖോ, എന്താ ബലരാമനോടുകൂടി, ഏട്ടൻ്റെ അത് വിടാൻ പറ്റില്ലല്ലോ, ഹലധര സഖോ ജ്യേഷ്ഠനായിരിക്കുന്ന ബലരാമനോടും കൂടി ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ ഏട്ടാ എന്നൊക്കെ ചോദിച്ച് ഹലധര സഖോ, ഹലധരൻ കലപ്പ ധരിച്ചവൻ ബലരാമൻ, ഹലധര സഖോ ദേവ ശ്രീമൻ, ഇതിലും ശ്രീമനായിട്ടൊരാൾ വേറെ ഉണ്ടോ, ശ്രീമൻ വിചേരിതധാരയൻ സഞ്ചരിച്ചു. എന്തിനെ കയ്യിൽ ധരിച്ചിട്ടാണ് സഞ്ചരിച്ചത്? ധാരയൻ ഗവള മുരളീവേത്രം നേത്രാഭിരാമ തനുതിഥി, വളരെയേറെ മനോഹരമായി കണ്ണിന് ആനന്ദം ജനിപ്പിക്കുന്ന രീതിയിൽ കുഴലും കൊമ്പും ഒക്കെ ഓടക്കുഴൽ വിളിച്ച് നേത്രാഭിരാമം, കണ്ണിന് ഇനി ഇതിലധികം ആനന്ദമായിട്ടൊരു കാഴ്ചയില്ല. ഓടക്കുഴൽ വിളിച്ച മഞ്ഞപ്പട്ടുടുത്ത് പച്ച വിരിച്ച പോലെയുള്ള വൃന്ദാവനത്തിൽ ഇല്ലേ വണ്ടുകളുടെ ശബ്ദങ്ങളോടുകൂടി ഈ ഓടക്കുഴൽ ശബ്ദിപ്പിച്ചുകൊണ്ട് പശുക്കളെ മേച്ചുകൊണ്ട് നടന്നതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരുടെ കാഴ്ച നേത്രാഭിരാമ തനുദ്യുതി പരമാനന്ദം ജനിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു. ഒരു ശ്ലോകം വലുതായതുകൊണ്ട് നമുക്കിത് പറഞ്ഞ സമയം കഴിഞ്ഞു. വേണ്ടോ, ഇങ്ങനെയുള്ള 10 മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ. ഹരിണി എന്ന വൃത്തം. തരള മധുകൃത് വൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭിസ്സാകം വത്സാനുപാലനലോരുപ ഹലധര സഖോ ദേവ ശ്രീമൻ വിചേരിതധാരയൻ ഗവളമുരളീവേത്രം നേത്രാഭിരാമ തനുദ്യുതി. കൊമ്പ്, ഓടക്കുഴൽ, പിന്നെ ഒരു സംഗതി കൊണ്ട് ചൂരൽ. പശുവിനെ തല്ലൊന്നുമില്ല ഭഗവാൻ. പശുവിനെ തല്ലാൻ ഭഗവാന് മനസ്സ് വരുമോ? പേടിപ്പിക്കാൻ അത്രയേ ഉള്ളൂ, പറഞ്ഞാൽ കേൾക്കണ്ടേ. ചിലപ്പോൾ കുറുമ്പ് കാണിക്കും പശുക്കളെ. അപ്പോൾ ഈ വടിയുണ്ട കയ്യിൽ എന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവളം ഉണ്ട് കയ്യിൽ. എന്താ? ഒരു ചൂരൽ വടി, മുടിയങ്കോല എന്ന് പറയും നമ്മളല്ലേ. ഒരു മുടിയങ്കോലൊക്കെ കയ്യിൽ പിടിച്ച് കൊമ്പൊക്കെ വിളിച്ച് ശബ്ദം ഉണ്ടാക്കി ഓടക്കുഴൽ വിളി നാദം അവിടെ ശബ്ദിപ്പിച്ചുകൊണ്ട് നേത്രാഭിരാമ തനുദ്യുതി മനോഹരമായ സ്വരൂപത്തിലൂടി വൃന്ദാവനത്തിൽ സഞ്ചരിച്ചു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.